ഇമാം നവവി റഹിമഹുല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ചുംബിക്കാൻ പോകരുത്. അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതവോടെ പെരുമാറണം. ഖബർ ചുംബിക്കരുത്, ഖബർ തടകരുത് എന്ന് ഈദാഹിലെ ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് ഈദാഹിൽ വിവരിച്ചു. അതാ കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട. ഖില്ലത്തു സാലികീൻ കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതവൂടെ ഗുരുത്വത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന് അതും കൈ നിസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരവോടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തോ. നീ ഖബർ തൊടാൻ പോകണ്ട, നീ ഖബർ ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവി അവിടെ പറഞ്ഞൊരു വാചകമാണ്, ഓ മനുഷ്യ, ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണ്ട. ആളുകൾ വളരെ കുറച്ചേ നിന്റെ കൂടെയുള്ളൂ എന്ന് നീ നോക്കണ്ട. അതുകൊണ്ട് തന്നെ അതിൽ നീ പെട്ടുപോകണ്ട. അങ്ങനെയുള്ള ഒരുപാട് വഞ്ചകന്മാർ രംഗത്ത് വരുന്നതാണ് എന്നൊക്കെ ആ വേദിയിൽ കയറി സംസാരിക്കുമ്പോൾ അതേ പീഠത്തിൽ തന്നെ അതേ സ്റ്റേജിൽ തന്നെ ഈ സുജൂദ് ചെയ്തവർ, മുത്തിയവർ, മണത്തവർ, നക്കിയവര് കൂടെ നിൽക്കുന്നില്ലേ? പിന്നെ ആരോടാ ഇവർ ഈ തൗഹീദ് പറയുന്നത്? ആരോടാ ഈ ഹക്ക് പറയുന്നത്? അപ്പൊ ഹക്കിനെയും ബാത്തുലിനെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് യഥാർത്ഥ നിലപാട് ദീനിന്റെ വ്യക്തമാക്കി കൊടുക്കാതെ സഹോദരങ്ങളെ ഈ രൂപത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മറവില് അനവധി അനാചാരങ്ങള്, അനവധി അന്ധവിശ്വാസങ്ങള് ഈ സമൂഹത്തിൽ അതാ കൊണ്ടുവരികയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സുജൂദ് ചെയ്യുക എന്നത്, സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുക എന്നത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല, അത് ഹറാമാക്കിയ കാര്യമാണ്, അത് ശിർക്കിലേക്ക് എത്തുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അതിൽ നമുക്കൊരു തെളിവുമില്ല. എന്നാൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാര് പച്ചയായി ഇത് ചെയ്തു കാണിക്കുമ്പോൾ ഒന്നുകിൽ അവർ പിഴച്ചു എന്ന് പറയണം, അല്ലെങ്കിൽ അത് ഇസ്ലാമിലുള്ളതാണെന്ന് പറയണം. അത് പറയാൻ ഈമാനുള്ളവർക്ക് ഭയമാണ്.